ഇനി രക്ഷയില്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഒമ്പോ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസ് കാണില്ല, ഉറപ്പാണ്. മലയാള സിനിമയിൽ ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള വിഷ്വൽസ് ഒരു സിനിമയിലും ഇല്ല. കൊറിയൻ സിനിമയിലൊക്കെ ഉള്ള പോലത്തുള്ള വിഷ്വൽസ് ആണ് സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആയിരുന്നു, ചെന്ന് പ്രതീക്ഷ വയലൻസ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് അങ്ങനെ മലയാളത്തിൻ്റെ മോസ്റ്റ് അവൈറ്റഡ് മൂവി ഉണ്ണിമൂന്നൻ നായകനായി ഹനീഫ് അദാനി സംവിധാനം ചെയ്ത മാർക്കോ ഇന്ന് റിലീസാണ്. നമ്മുടെ നിവിൻ പോളിയുടെ മിഗായലിൻ്റെ സ്പിൻ ഓഫ് കൂടിയാണ് ഒരു ചിത്രം. സിനിമയാണോ സിനിമയുടെ പ്രശ്നം ചോദിച്ചു നോക്കാം. വയലൻസ് തന്നെയാണോ? സെക്കൻഡ് ഹാഫ് വേറെ ലെവൽ. സൂപ്പർ സിനിമയാണ്, അടിപൊളി. സെക്കൻഡ് ഹാഫ് കണ്ടിരിക്കണം, മസ്റ്റ്. പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസ് കാണില്ല, ഉറപ്പാണ്. നമുക്കൊരു ഇൻ്റർവ്യൂ വരെ നമുക്ക് കാണാം, അതിനേഷം കാണാൻ പറ്റില്ല. വളരെ ഒരു ഇതാണ്, ഡാർക്ക് തന്നെ, ഭയങ്കര പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു KGF ഒന്നും പറയാൻ പറ്റില്ല. ഇത് അങ്ങനത്തെ നോക്കണ്ട, ഇതൊരു ഗ്യാങ് വാർ പോലെ റിവെഞ്ചാണ്. പക്ഷേ എടുത്തു വെച്ചിരിക്കുന്ന ബ്രൂട്ടലായിട്ടുണ്ട്, ഭയങ്കര രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന. ലേഡീസ് കാണില്ല, ഉറപ്പാണ്. ഉണ്ണിമൂന്നൻ കണ്ടോ ആ ഒരു പെർഫോമൻസ്? പറയാനുണ്ടോ? 100% പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ്, മസ്റ്റ് തിയേറ്റർ വാച്ച് പടം. വേറൊന്നുമല്ല, ഉണ്ണിമൂന്ന അറിഞ്ഞാടിയൊക്കെയാണ് പടം. ഇനി രക്ഷയില്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഒമ്പോ രക്ഷട്ടെന്ന് പറഞ്ഞാൽ ഒറ്റ പീക്ക്. ഉണ്ണിമൂന്നൻ ക്യാരി അടിച്ചപ്പോൾ എന്തായാലും കടുപ്പം തന്നെ, പടം നമുക്ക് ദഹിക്കില്ല. പക്ഷെ എന്നിരുന്നാലും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലോടെ, ഒരു സമയം കഴിഞ്ഞാൽ പടം കൊള്ളാം. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതൊരു ആക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റൈലിഷ് മൂവിയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ജോണർ. അപ്പോൾ ആ ജോണറിൽ പടം വന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വേറെ ഒന്നും നമ്മൾ ചിന്തിക്കരുത്. എന്ന് വെച്ചാൽ കൈൻഡ് ഓഫ് വേറെ ഒരു കോമഡിയോ അല്ല, അതൊന്നും. ഈ പടത്തിൻ്റെ ബേസിക് ആക്ഷൻ ആൻഡ് സ്റ്റൈലിഷ് ആ ഒരു ജോണറി പടം കണ്ടാൽ ഇഷ്ടപ്പെടും. ഓക്കെ, പക്ക വയലൻസ് ആണെന്ന് വെച്ചാൽ ബ്രൂട്ടലാണ്. ആക്ച്വലി സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാൽ ഭയങ്കര ബ്രൂട്ടലാണ്. അപ്പോൾ അത് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പം ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ എന്ന് പറയുന്നത് ഒരു ഫാമിലി ഓഡിയൻസിന് ഒട്ടും ഇഷ്ടപ്പെടില്ല. കാരണം ഒരു സാധാരണ ഒരാൾക്ക് ചിലപ്പോൾ സെക്കൻഡ് ഹാഫ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നെ ഇത് ഏറ്റവും വലിയ, ഞാൻ ഇതുകൊണ്ട് ആർക്കും പറഞ്ഞില്ല, മലയാള സിനിമയിൽ ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള വിഷ്വൽസ് ഒരു സിനിമയിലും ഇല്ല. കൊറിയൻ സിനിമയിലൊക്കെ ഉള്ള പോലത്തുള്ള വിഷ്വൽസ് ആണ് സെക്കൻഡ് ഹാഫിൽ. ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള സാധനം മലയാള സിനിമയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും ബ്രൂട്ടലാണ്. അപ്പോൾ അത് കൊച്ചു കുട്ടികൾ കാണാതിരിക്കുക, ഒരു 18+ ഉള്ള ആൾക്കാർ വന്ന് കാണുക. അടിപൊളിയായിരുന്നു. വയലൻസ് എന്ന് വെച്ചാൽ ഇതണക്ക് ഒരു വയലൻസ് ഇല്ല. സത്യമായിട്ട് തന്നെ സാറിന് അറിയാമോ എൻ്റെ ശത്രു ആരാണെന്ന്? ഉണ്ണിയേട്ടൻ്റെ ഡയലോഗാണ്. സാറിന് അറിയാമോ എൻ്റെ ശത്രു ആരാണ്? വേറെ ലെവൽ കേട്ടാ, സൂപ്പർ പടമായിരുന്നു. ഉണ്ണിമൂന്നൻ്റെ വയലൻസ്, സെക്കൻഡ് ഹാഫ് എൻ്റെ പൊന്നെ, കൈകാലൊക്കെ വെട്ടിയെടുക്കണത് കണ്ടു നമ്മൾ വല്ലാത്ത BGM, അതാ സൗണ്ട് എഫക്ട്സ് ആയിരുന്നാലും ശരി തന്നെയാണ്. പിന്നെ നല്ല വിഷ്വലായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല മേക്കിംഗ് ആയിരുന്നു. ഡയറക്ടർ ജഗദീഷ് ചേട്ടൻ അടിപൊളി. ജഗദീഷ് ചേട്ടൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഇത്രയും അങ്ങനെ പിന്നെ അഭിനയിക്കാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നല്ല രീതിയിൽ ചെയ്തായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. ഞാൻ ഉണ്ണിയേട്ടൻ ചെയ്തിട്ട് ഒരു ഫാൻസ് ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താ കാര്യം, തമിഴ് സിനിമയും തെലുങ്ക് സിനിമകളും വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും ഫ്ലെക്സ് വയ്ക്കുന്നു, ഭയങ്കര ഫാൻസ് ഷോ, അത് ഇത് ഭയങ്കര ഇതൊക്കെയാണ്. പക്ഷേ ഒരു മലയാള നടൻ ഒരു നല്ല രീതിയിൽ ഒരു വയലൻസ് കാണിച്ചപ്പോഴത്തേക്ക് ഒരുത്തരും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. തിയേറ്ററിനകത്ത് അവനൊക്കെ നിറകൈകളോടൊന്ന് കൈയടിക്കാൻ അറിയാമായിരുന്നു. എന്തുകൊണ്ട് ഒരു മലയാള നടനെ നിങ്ങളാരും സപ്പോർട്ട് ചെയ്യാത്തത്? എൻ്റെ ഒരു ഒറ്റ ചോദ്യമാണ്. മലയാള നടന്മാരെ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. അവരെയാണ് കയറ്റിക്കൊണ്ടവരെയാണ്. അടിപൊളിയായിരുന്നു. പൃഥ്വിരാജ് പോലും ഇതൊക്കെ ഫൈറ്റ് ചെയ്തില്ല, ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ കുറച്ച് സ്ലോ ആയിരുന്നു, ചെന്ന് പ്രതീക്ഷ വയലൻസ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് പടം ഒരു പോക്കങ്ങ് പോയി. കിട്ടിയില്ല, അത് വയലൻസ്, ബ്രൂട്ടൽ വയലൻസ്. കില്ലിലെ കാട്ടും മേലെ സെക്കൻഡ് ഹാഫിൽ നിന്നത് എനിക്ക് തോന്നി അങ്ങനെയാണ്. കാരണം മേക്കിംഗ് വൈസ് ആയാലും സ്റ്റോറി പ്രതീക്ഷയല്ല നമ്മൾ ഈ പടത്തിന് പോയത്. എല്ലാവരും മേക്കിംഗ് ആണ്. സെക്കൻഡ് ഹാഫ് ഒരു മലയാളത്തിൽ ഇത്രയൊരു വയലൻസ് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ക വയലൻസ്. സെക്കൻഡ് ഹാഫ് ഒക്കെ പീക്കാണ്. കണ്ട് വാളറന്നിരിക്കും എല്ലാവരും. മസ്റ്റ് വാച്ച് പറയാനുണ്ട് വിഷയമുണ്ടോ? കില്ലൊന്നും ഒന്നുമല്ല, അത്ര വയലൻസ് ഒന്നും അത്ര വയലൻസാ. ക്രിസ്മസ് കൊണ്ടുപോയി വയലൻസ് ഭയങ്കര ഓവറായി പോയി. ഫാമിലി ഓഡിയൻസിന് കാണാൻ പറ്റുമായിരിക്കും? അല്ല, ഫാമിലി ആയിട്ട് ഒരിക്കലും കുഞ്ഞുങ്ങളെയും കൊണ്ടൊന്നും ഇന്ന് കാണാൻ പറ്റുന്നില്ല. പെണ്ണുങ്ങൾക്കും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നല്ല ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള മൂവിയാണ്. ഫാമിലി ആയിട്ട് എല്ലാവർക്കും പോയി കാണാം. നല്ല പടം. എല്ലാവർക്കും പോയി കാണാം. കൊച്ചുകുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് കാണാൻ പറ്റുന്ന